മോർണിംഗ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സെമിത്തേരി തേടിയുള്ള യാത്രയിലാണ്. കൂനൂരിലുള്ള ടൈഗർ ഹിൽസ് സെമിട്രിയിലേക്കാണ് നമ്മുടെ യാത്ര. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു സെമിത്തേരിയാണിത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ കൂണൂരും ഊട്ടിയിലേക്കൊന്നും വരുന്ന ടൂറിസ്റ്റേഴ്സൊന്നും ഇങ്ങോട്ട് വരാറില്ല. കാരണം ഒരു സെമിത്തേരിയിലേക്കൊന്നും ആരും പോകാൻ ആഗ്രഹിക്കാറില്ല. പക്ഷെ നമ്മളൊന്ന് അങ്ങോട്ട് പോവുകയാണ്. അവിടെ കൂണൂരിലൊരു ഹോണ്ടഡ് പ്ലേസ് ആണെങ്കിൽ കൂടെ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ, അത്രയും വർഷം പഴക്കമുള്ള ആ സെമിത്തേരിയുടെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാൻ റമീസ്, വെൽക്കം ടു 12B മീഡിയ. ആത്മാക്കൾ ഉറങ്ങുന്ന നിഗൂഢമായ താഴ്വരയിലേക്കാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും, ഞാനെന്തിനാണ് ഈ സെമിത്തേരിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് എന്ന്. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. ആ സ്ഥലങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഒരിക്കലെങ്കിലും എത്തിപ്പെടണമെന്ന് നമ്മുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കും. അത്തരത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ് ഈ ടൈഗർ ഹിൽ സെമിട്രി. സെമിത്തേരിക്ക് ഏകദേശം അരികിൽ നിന്നും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത്. ദൂരെ തേയിലക്കാടുകൾക്കുള്ളിൽ ഒരു കാട്ടുപോത്ത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, സൂക്ഷിച്ചു പോകണമെന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട നാട്ടുകാർ ചിലർ പറഞ്ഞിരുന്നു. എന്നാൽ വന്നപ്പോൾ തന്നെ ആദ്യം ഒരു കാട്ടുപോത്തിനെ കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പൊന്നെ, പിടിക്കാൻ വിറ്റ് പൈസ കുറച്ചു നേരം ഞങ്ങളെ തന്നെ നോക്കി നിന്ന കാട്ടുപോത്ത് കൊമ്പെല്ലാം ഒന്ന് കുലുക്കി ഞങ്ങളെ ഒന്ന് വിരട്ടിയ ശേഷമാണ് തിരിച്ച് കാട്ടിലേക്ക് പോകുന്നത്. കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആ കാഴ്ച കണ്ടു. ആരോരുമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ആ ഒരു സെമിത്തേരി. ആദ്യമായി ഇങ്ങോട്ടെത്തുന്ന ആരെയും ഈ സെമിത്തേരിയുടെ രൂപവും ഭാവവും അല്പം ഒന്ന് ഭയപ്പെടുത്തുമെന്നത് തീർച്ചയാണ്. നിഗൂഢമായ ഒരു സെമിത്തേരി, ചുറ്റുമെങ്ങും ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. ഏതൊക്കെയോ ജീവികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഈ സെമിത്തേരിയുടെ കാഴ്ചകൾ പകർത്തുകയാണ് ഞങ്ങൾ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. മിക്ക സമയത്തും ഈ ഗേറ്റ് അടഞ്ഞു കിടക്കുക തന്നെയാണ് ഉണ്ടാവുക. എല്ലാ വർഷവും നവംബർ 1-ാം തീയതി ഈ സെമിത്തേരിയിൽ അടക്കിയിട്ടുള്ളവരുടെ ബന്ധുക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്താറുണ്ടത്രേ. സെമിത്തേരിക്കകത്തേക്ക് കയറി.
നിശബ്ദമായ മിസ്റ്റീരിയസായ മറ്റെവിടെയും അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരനുഭവമാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ അടക്കിയിരിക്കുന്നവരുടെ ബന്ധുക്കളോ മറ്റാരോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നോ എന്ന് പോലും നമുക്കറിയില്ല. അത്രയും വർഷം പഴക്കമുള്ള ഒരുപാട് കല്ലറകളാണ് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. യൂറോപ്യന്മാരുടെ ആദ്യകാലത്തെ സെമിത്തേരികളിൽ ഒന്നാണത്രേ ഈ ടൈഗർ ഹിൽസിലെ ഈ സെമിത്തേരി. കൂണൂരിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാറി കാടിൻ്റെ മടിത്തട്ടിലാണ് ഈ സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മരിച്ച ബ്രിട്ടീഷുകാരുടെ ശവകുടീരങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, അല്പം ധൈര്യമുള്ളവർ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവൂ. ഇവിടെയുള്ള ഈ നിശബ്ദതയും എങ്ങും കേൾക്കുന്ന ഒരു പ്രത്യേകതരം സൗണ്ടും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മളെ ഭയപ്പെടുത്തുമെന്നത് സത്യമായ കാര്യം തന്നെയാണ്. കരയുന്ന ഒരു മാലാഖ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നില്ല. ചില മെയിൻ്റനൻസ് വർക്കുകൾ ഈ ഒരു സെമിത്തേരിയിൽ നടക്കുന്നതായി തോന്നി. 1905 ഈ സെമിത്തേരി ഇവിടെ നിർമ്മിച്ചത്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഫാദറായ ഫെഡറിക് നിക്കോളാസിൻ്റെയും പ്രമുഖ ഫോട്ടോഗ്രാഫർ A.T. പെയിനും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. ആരോരും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അധിക നേരമൊന്നും ഇവിടെ നിൽക്കരുത്. മാത്രമല്ല, ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള നിശബ്ദത പൊതിയുന്ന ഇടമാണ് ഇവിടം. പൃഥ്വിരാജ് ചിത്രമായ കൂടെയും ദേവദൂതനും ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അല്പം പേടിയുണ്ടെങ്കിലും ഇവിടെയുള്ള കാഴ്ചകൾ പിന്നീട് ഒരിക്കലും മറക്കാനാകില്ലെന്ന് തോന്നി. അത്തരത്തിൽ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയോ കാഴ്ചകൾ ഇവിടെ നിഴലിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പോയ ഈ സെമിത്തേരിയിലേക്കൊന്നും അധികം ആരും വരാറില്ല. ഞങ്ങൾ മാത്രമേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുള്ളൂ. ഇന്ന് 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് അവർ തിരിച്ചു പോയി. പിന്നെ ഈ വഴി വന്നത് ഒരു കാട്ടുപോത്താണ്. വേറെ ആരും ഈ വഴി വന്നിട്ടില്ല. അധികം ആരും വരാത്ത കൂണൂരിൽ ഒറ്റപ്പെട്ട കൂണൂർ ടൗണിൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു സെമിറ്ററി സ്ഥിതി ചെയ്യുന്നത്. തികച്ചും ഒറ്റപ്പെട്ടിട്ട് തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ ഒരു കാടിൻ്റെയും യൂക്കാലിപ്സ് കാടിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലായിട്ടാണ് ഈ ഒരു സെമിത്തേരി ഉള്ളത് കേട്ടോ. ഒരു എന്താ പറയുക, നമ്മൾ കിണ്ണക്കോരയിലൊക്കെ പോയതുപോലെ തന്നെയുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. സൗണ്ടും അധികം ആളുകളുടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാവർക്കും ഇപ്പോൾ ഈ സ്ഥലം ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾക്കായി 12B മീഡിയ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മനോഹരമായ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ റമീസ് സൈനിങ് ഔട്ട് ഫ്രം 12B മീഡിയ. ബൈ.